HSM സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2 മുതൽ 5ാം ക്ലാസ് വരെയുള്ള ലിസാനുൽ ഖുർആനിൻ്റെ ഓരോ പാഠഭാഗങ്ങളും റഫർ ചെയ്ത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 15 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയും തുടർന്നും ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പ്രചോദനം ലഭിക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ സഹായവും സഹകരണവുമായ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് ആദ്യമേ അറിയിക്കുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തത്, മാളിയായ ഫീൽ എന്നാൽ എന്താണ്? ഉത്തരം, കഴിഞ്ഞ കാലത്തിൽ ഒരു കാര്യം സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ക്രിയ. രണ്ടാമത്തെ ചോദ്യം, മുളാരിയായ ഫീൽ എന്നാൽ എന്താണ്? ഉത്തരം, ഭാവി കാലത്തിലോ വർത്തമാനകാലത്തിലോ ഒരു കാര്യം സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ക്രിയ. മൂന്നാമത്തെ ചോദ്യം, മഅറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരം, ക്രിയയുടെ കർത്താവിനെ അറിയപ്പെട്ടത്. മഅറൂഫായ ഫീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. ക്രിയയോടുകൂടെ കർത്താവിനെ പറയുമ്പോഴാണ് മഅറൂഫായ ഫീലായിട്ട് വരുന്നത്. അതിൻ്റെ മറ്റൊരു രൂപം തന്നെയാണ് ക്രിയയുടെ കർത്താവിനെ അറിയപ്പെട്ടതാണ് മഅറൂഫ്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ നേരെ എതിർവശം, ക്രിയയുടെ കർത്താവിനെ അറിയപ്പെടാത്തതാണ് മജ്ഹൂൽ. അഞ്ചാമത്തത്, മാളിയായ ഫീൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം, കഴിഞ്ഞ കാലത്തിൻ്റെ മേൽ അഥവാ ഭൂതകാലം. ആറാമത്തത്, മുളാരിയായ ഫീൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം, വർത്തമാനകാലം, ഭാവി കാലം എന്നതിൻ്റെ മേൽ. ഏഴാമത്തെ ചോദ്യം, ഏകവചനത്തെ സൂചിപ്പിക്കുന്ന അറബി പദം ഏതാണ്? ഉത്തരം, മുഫ്രദ്. 8, ദ്വവചനത്തെ സൂചിപ്പിക്കുന്ന അറബി പദം അഥവാ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ദ്വവചനം. അതിൻ്റെ മേൽ അറിയിക്കുന്ന പദം മുസന്ന എന്നുള്ളതാണ്. 9, ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന അറബി പദം ജംഅ് എന്നാണ്. 10, പുരുഷലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദം ഉത്തരം മുദക്കർ. 11, സ്ത്രീലിംഗത്തിന് മേൽ അറിയിക്കുന്ന പദം മുഅന്നസ്. 12, സ്ഥലത്തില്ലാത്തതിൻ്റെ മേൽ അറിയിക്കുന്ന അറബി പദം എന്താണ്? ഓയിബ്. 13, സ്ഥലത്തുള്ളതിൻ്റെ മേൽ അറിയിക്കുന്ന പദം ഹാലിർ. 14ാമത്തെ ചോദ്യം, മാളിയായ ഫീലിൻ്റെ ഉദാഹരണങ്ങൾ. ഫഅലയാണ് അടിസ്ഥാനം. ഖല, അഹ്യ, അമാത്ത. ഈ അഹ്യ അമാത്തൊക്കെ കണ്ടാൽ മുളാരിയാണെന്ന് ധരിച്ചു പോകരുത്. 15, മുളാരിയായ ഫിഅലിൻ്റെ ഉദാഹരണം. യഫ്അലു ആണ് നമ്മൾ എപ്പോഴും പഠിച്ചു വരുന്നത്. അതിനെ ആ ഒരു രൂപത്തിൽ വരുന്നതെല്ലാം മുളാരിയായ ഫീലാണ്. ഫഅല രൂപത്തിൽ വരുന്നതൊക്കെ മാളിയുമാണ്. യജീഉ, യഖ്ലി, യുശരിഫു ഈ പദങ്ങളൊക്കെ മുളാരിയായ ഫീലിൻ്റെ ഉദാഹരണങ്ങളാണ്. 5ാം ക്ലാസ് വരെ നമ്മൾ മദ്രസയിൽ പഠിച്ച ലിസാനിൽ പറയപ്പെട്ട പ്രധാന ചോദ്യങ്ങൾ ഇതുമാത്രമാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ 5 വരെ പഠിച്ചിട്ടുള്ളൂ. കൂടുതൽ അറബി പരിജ്ഞാനം നേടുന്നതിന് വേണ്ടിയുള്ള അറബി വാക്യങ്ങളും ജുംലകളും മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൊറഫാക്കുന്ന വിഷയം എല്ലാവരും പഠിച്ചു വെക്കുക. അത് ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ആ ഒരു വിഷയം കൂടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ 5 വരെ നമ്മൾ പഠിക്കുന്നുള്ളൂ. തുടർന്ന് അങ്ങോട്ടാണ് കൂടുതൽ വിഷയങ്ങൾ ലിസാനിൽ കടന്നു വരുന്നത്. ചോദ്യങ്ങളും വൺ വേർഡ് ചോദ്യങ്ങളൊക്കെ കടന്നു വരുന്നത് 6ാം ക്ലാസ് മുതലുള്ള ലിസാനുൽ ഖുർആനിലാണ്. 5 വരെ വളരെ സിമ്പിളായ നിലക്ക് അറബി പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലിസാൻ്റെ വിഷയത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. ലിസാനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. ഇൻഷാ അല്ലാഹ് തുടർന്ന് മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ ഓരോന്നോരോന്നായി നമ്മൾ അപ്ലോഡ് ചെയ്യും. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അത് ഉറപ്പ് വരുത്തുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.